നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ധന്യയോഗത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ടിപ്സാണ് നോക്കാൻ പോകുന്നത്. യോഗ ചെയ്യുമ്പോൾ പലരും ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അതിലൊരു 5 എണ്ണം നമുക്ക് നോക്കാം. പൊതുവേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു പൊതുവായ ഒരു തെറ്റുണ്ട്. ആസന ചെയ്യുമ്പോൾ ബ്രീത്തിങ് ഹോൾഡ് ചെയ്യണോ എന്ന്. എന്നാൽ ആസന ചെയ്യുമ്പോൾ ബ്രീത്തിങ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ബ്രീത്ത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റിലാക്സ് ആയിട്ട് വേണം ആസനകൾ ചെയ്യാൻ. നമ്മൾ ആസനയും ചെയ്ത് ഹോൾഡും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ആസന ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. മുൻപോട്ട് കുനിയുമ്പോൾ ശ്വാസം വിട്ടും കുനിഞ്ഞതിന് ശേഷം നിവർന്നു വരുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ടുമാണ് പൊതുവെ എല്ലാ ആസനകളിലും നമ്മൾ ചെയ്യാറ്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അല്ലാതെ ആസനയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ബ്രീത്ത് ചെയ്താൽ മതിയാവും. രണ്ടാമത്തേത്, പൊതുവെ ഒരുപാട് ഡെഡിക്കേഷൻ ഉള്ളവർ ചെയ്യുന്ന ഒരിതാണ്. പെട്ടെന്ന് യോഗ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ചെയ്യണം എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാം റിലാക്സ് ആയിട്ട് നമ്മളെ കൊണ്ട് എത്ര പറ്റുമോ അത്ര മാത്രം. ഒത്തിരി ഫോഴ്സ്ഫുള്ളി നമ്മൾ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് കുറച്ചേ വരുന്നുള്ളെങ്കിൽ അത്ര മാത്രം ചെയ്താൽ മതി. ഗ്രാജ്വലി നിങ്ങൾ എന്നും ചെയ്യുമ്പോൾ അത് കൂടി 1 മാസത്തിൽ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ റെഗുലറായിട്ട് യോഗ ചെയ്യുന്നതാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റമുണ്ടാവും. ഞാൻ എൻ്റെ സ്റ്റുഡൻസ് വഴി ഞാൻ കാണുന്നതാണ്. എപ്പോഴും ആദ്യമൊക്കെ വരുമ്പോൾ കാല് നിവരത്തില്ല, മുട്ടുമടങ്ങി നിൽക്കത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചെയ്ത് വന്ന് ഒരു 1 വീക്ക് 2 വീക്സ് ഒക്കെ ആകുമ്പം ചെറിയ രീതിയിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. 1 മന്ത് ആകുമ്പം നല്ല രീതിയിലുണ്ടാവും. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നമ്മൾ ആസനകൾ ചെയ്യാൻ പാടില്ല. എത്ര പറ്റുന്നോ അത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ ബോഡി പെയിൻ എടുക്കും, ശരീരം മസിൽസൊക്കെ ഒരുപാട് പെയിൻ ഉണ്ടാവും. പിന്നെ 2-3 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളും നല്ലത് പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ. അതുകൊണ്ട് പതുക്കെ ഗ്രാജ്വലി ചെയ്തു പോയാൽ മതിയാവും. ഇനി മൂന്നാമത്തേത് അലൈൻമെൻറ്റ്. നമ്മുടെ പോസ്ചർ ആസന ചെയ്യുമ്പോൾ കറക്റ്റ് പോസ്ചറിലായിരിക്കണം. എന്തെങ്കിലും ഡൗട്ട്, ചിലർ കുറച്ച് ദിവസം യോഗയൊക്കെ പോയി ചെയ്തിട്ട് സ്വയം വീട്ടിൽ ചെയ്യാമെന്നുള്ള ഒരു ധാരണയിൽ ചെയ്യും. പക്ഷേ 5-6 ദിവസം നമ്മൾ ചെയ്തതിൻ്റെ ഓർമ്മയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രാജ്വലി നമ്മൾ ഒരുപാട് മറക്കും. അത് 90% അങ്ങനെയാണ്. അപ്പോൾ പറയാം, അയ്യോ എനിക്ക് ഇങ്ങനെയാണോ അങ്ങനെയാണോ ഡൗട്ടാണ്. ഡൗട്ട് വെച്ചുകൊണ്ട് ചെയ്യരുത്. ആസനകൾ അത്ര പ്യുവറായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ബെനിഫിറ്റ് കിട്ടുന്നോ ഇല്ലയോ, അതിൻ്റെ പോസ്ചർ തെറ്റുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഡിഫക്റ്റ് ഉണ്ടാവും. വേദനകൾ ചിലപ്പോൾ കൂടും, ചില അസുഖങ്ങൾക്കൊക്കെ കാരണമാകാം. അതുകൊണ്ട് എപ്പോഴും ഒരു ഇൻസ്ട്രക്ടറിൻ്റെ ഇതിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്ത് കണ്ടിന്യൂ കൂടെ നമ്മുടെ ഒരു നോക്കി ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലാതെ സ്വയമേ ഒന്നും ചെയ്യരുത്. പോസ്ചർ നമ്മുടെ കാൽമുട്ട്, കൈ ഇതൊക്കെ കറക്റ്റായ രീതിയിൽ വച്ച് ചെയ്താലാണ് അലൈൻമെൻറ്റും പോസ്റ്ററൊക്കെ കറക്റ്റ് ആവത്തുള്ളൂ. ആ ഒരു ഇതുണ്ടെങ്കിലേ അതിൻ്റേതായ ബെനിഫിറ്റും ഉള്ളൂ. അതുപോലെ 4മത്തെ തെറ്റാണ് ആസനകൾ സ്പീഡിൽ ചെയ്യുക എന്നുള്ളത്. ചില ഫ്രണ്ട്സ് പറയും, ഇന്ന് എനിക്ക് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ചെയ്ത് തീർക്കാം. അതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. 1-2 കുറച്ച് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഒരിക്കലും ആസനാസ് സ്പീഡിൽ ചെയ്യാൻ പാടില്ല. അതിൻ്റേതായ സമയമെടുത്ത് പതുക്കെ
എൻ്റെ ബ്രീത്തിങ്ങും തുടങ്ങുന്നതും ആ ഹോൾഡിങ്ങിലിരിക്കുന്നതും ഫിനിഷ് ചെയ്യുന്നതും അതിൻ്റേതായ രീതിയിൽ മാത്രമേ ചെയ്യാവൂ. ഒരിക്കലും സ്പീഡ് കൂട്ടി ഒരു ആസനയും ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തെ തെറ്റാണ്, നമ്മൾ ആസനകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു പെയിനോ ഒരു ഡിസിനസ്, ഒരു ചില തലകറക്കം പോലെയോ, അല്ലെങ്കിൽ നമ്മളെ ബ്രീത്തിങ്ങിൻ്റെ അൺയൂഷ്വലായിട്ട് ഒരു ശ്വാസം മുട്ടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡായിട്ട് ഫീലാകുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് കുഴപ്പമില്ല എന്ന് കരുതി അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കണം. ഈ ആസന ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ഇഷ്ടം ഫീൽ ചെയ്യുന്നു, അപ്പോൾ അത് അവിടെ തന്നെ വച്ച് നിർത്തണം. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യരുത്. നമുക്കത് എന്താണെന്ന് നോക്കി അത് ചെയ്യാൻ പറ്റുന്നില്ല, പതുക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ അത് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് വഴങ്ങത്തില്ലായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണമുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല എന്ന് കരുതി അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. പതിയെ ചെയ്താൽ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇല്ലാതെ അതിന് പറ്റിയ ആസനാസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ. ഇതെല്ലാം ഒന്ന് ശരി ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആസനാസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു ചെറിയ പ്രാണായാമം നമുക്ക് നോക്കാം. നമുക്ക് പ്രാണായാമം എന്താണെന്ന് നോക്കാം. പ്രാണായാമം പ്രാണനെ തന്നെ ശുദ്ധി ചെയ്യുന്ന ഒരു രീതിയാണ്. ശ്വാസം എത്രത്തോളം നമുക്ക് നീടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ജീവൻ നീടിക്കും. അതിന് നമ്മുടെ ശ്വാസഗതി നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ് പ്രാണായാമം. പ്രാണായാമം ഒരുപാട് തരങ്ങളിലുണ്ട്. ഇപ്പോൾ ബേസിക്കായിട്ട് നോക്കുന്നത് അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അനുലോമ വിലോമ പ്രാണായാമമാണ്. ഈ പ്രാണായാമമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പ്രാണായാമം പൊതുവെ 4 നേരം ചെയ്യാമെന്നാണ്. ഇതിന് ആഹാരരീതി 1 മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എത്രത്തോളം നമ്മൾ പ്രാണായാമം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ്. നമ്മളെ ശ്വാസഗതി ശ്രദ്ധിക്കുക, മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. നമ്മൾ നമ്മുടെ ശ്വാസത്തോട് ചേർന്ന് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ പ്രാണായാമം മാത്രമെങ്കിലും ചെയ്യണം. ചെയ്യാൻ പറ്റുന്നവർ ആസനം എന്തായാലും ചെയ്യണം. ചെയ്യാൻ പറ്റാത്തവർ ഒരു പ്രാണായാമവും മെഡിറ്റേഷനും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് പ്രാണായാമം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നാസികമുദ്ര. ചൂണ്ടുവിരലും മധ്യവിരലും മടക്കി പിടിച്ച് തം ഫിംഗറും റിംഗ് ഫിംഗറും മാത്രം നമ്മുടെ വലത്തെ നാസിക അടച്ചു പിടിച്ച് ആദ്യം ഇടത്തെ നാസികയിലൂടെ ശ്വാസം പുറത്തു വിടുക. എന്നിട്ട് ശ്വാസം ഉള്ളിലെടുക്കണം, അടച്ചു പിടിക്കുക, വലത്തെ സൈഡിൽ കൂടെ ശ്വാസം പുറത്തു വിടണം. വിട്ട ശേഷം ശ്വാസം പിന്നെയും ഉള്ളിലെടുക്കുക, അടച്ചു പിടിച്ച് ഇടത്തെ സൈഡിൽ കൂടി ശ്വാസം വെളിയെ വിടണം. പുറത്തു പോയ ശേഷം പിന്നെയും ശ്വാസം ഉള്ളിലോട്ടെടുത്ത് അടച്ചു പിടിച്ച് വലത്തെ സൈഡിൽ കൂടി പുറത്ത് വിടണം. ഇതാണ് ചെയ്യുന്ന രീതി. വലത്തേ കൂടെ എടുത്ത് ഇടത്തെ സൈഡ് വിടണം, ഇടത്തേ കൂടെ എടുത്ത് വലത്തെ സൈഡ് വിടണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പതിയെ ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ചെയ്യാം.
അതുപോലെ ഇടത്തെ സൈഡിൽ തുടങ്ങി ഇടത്തെ സൈഡിൽ തന്നെ തീർക്കണം. അതുപോലെ നമ്മൾ നാഡിശുദ്ധി ചെയ്യുമ്പോൾ നിവർന്ന് നട്ടലും ബാക്ക് ബോൺ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ ഇടത്തെ കൈയിൽ ചിന്മുദ്ര പിടിച്ച് ചൂണ്ടുവിരലും പെരുവിരലും പിടിച്ച് 3 വിരൽ ഇങ്ങനെ വെച്ച് നമ്മുടെ കാലിൽ വെച്ച് ചെയ്യാവുന്നതാണ്. തറയിലിരുന്ന് ചെയ്യാൻ പറ്റുന്നവർ തറയിലിരുന്ന് നോർമൽ സീറ്റിങ്ങിലോ പത്മാസനത്തിലിരിക്കാൻ പറ്റുന്നവർ അതിലിരിക്കാം. സുഹാസന എങ്ങനെ പറ്റുന്നോ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ഇരിക്കാവുന്നതാണ്. തറയിലിരിക്കാൻ പറ്റാത്തവർ ചെയറിലിരിക്കാവുന്നതാണ്. ഈ വയ്യാത്തവർ വയസ്സായ അമ്മമാരൊക്കെ വേണമെങ്കിൽ മെത്തയിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും പ്രാണായാമ പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം.